ശുഭദിനം സുഹൃത്തുക്കളെ. അങ്ങനെ വളരെ കാലത്തിന് ശേഷം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് വരാനുണ്ടായ കാരണം 8 AM മെട്രോ എന്ന് പറയുന്നൊരു ഹിന്ദി സിനിമ ഞാൻ കണ്ടു. ഗുൽഷൻ ദേവയും സയാമി ഖേറും അഭിനയിച്ച ഒരു മനോഹരമായ കാവ്യം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ആ സിനിമേനെ പറയാം. അതിനകത്ത് ഒരു ഹിന്ദി സിനിമ ഇങ്ങനെ നായികനെ ഫുൾ ടൈം സാരി ഉടുപ്പിച്ച് അഭിനയിപ്പിക്കും എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. കാരണം അതിനകത്തൊരു കെട്ടിപ്പിടുത്തം ആയിട്ടുള്ളൊരു സീനോ ഒന്നുമില്ല. മനസ്സിലായില്ലേ? നായികൻ്റെ മാറ് കാണിക്കലോ ഇങ്ങനത്തെ ഒന്നുമില്ല. അതായത് പക്കാ നമുക്കൊരു മലയാളം സിനിമയൊക്കെ കണ്ട് പോകുന്നൊരു ഫീല്. ഞാനങ്ങനെ പൊതുവെ അധികം ഹിന്ദി സിനിമകളൊന്നും കാണാത്ത ആളാട്ടോ. ഞാനങ്ങനെ പൊതുവെ അങ്ങനെ ഹിന്ദി സിനിമകളും അതുപോലെ നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിക്ക് ഡബ് ചെയ്ത് വന്നാൽ കാണുന്നല്ലാതെ ഞാനങ്ങനെ മറ്റ് ലാംഗ്വേജ് പടങ്ങൾ അധികം കാണാറില്ല. പക്ഷേ ഈ സിനിമ ഒന്നും പറയാനില്ല. ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടതാണ്. ആ റീൽസ് കണ്ടപ്പോൾ ആ റീൽസ് ഇഷ്ടമായിട്ട് തുടർന്ന് ആ സിനിമ ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോയി കണ്ടതാണ് ഈ സിനിമ. വല്ലാത്തൊരു സിനിമാനുഭവം തന്നെയായിരുന്നു. പറയാൻ പറ്റുന്നില്ല. ഒരു കാവ്യമാണ് ആ സിനിമ. അങ്ങനെ നമ്മളത് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അതിലങ്ങ് ലയിച്ചു പോകും. ആകെ ഒരു 10-15 മിനിറ്റൊക്കെ നമ്മളത് 10-15 മിനിറ്റ് പോലും വേണ്ട. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഇപ്പോൾ ഇതിൻ്റെ കഥ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര കഥയോ ട്വിസ്റ്റുകളോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് നോർമൽ ഒരു 96 പോലത്തെ ഒരു സിനിമയാണ് ഈ സിനിമ. ഒരു ഭാര്യയും ഭർത്താവും, അതായത് നായികയ്ക്ക് ഭർത്താവും കുട്ടികളും ഉണ്ട്, നായകന് ഭാര്യയും കുട്ടികളും ഉണ്ട്. അവർക്ക് സൗഹൃദത്തിൽ മാത്രമായിട്ട് നിൽക്കാൻ പറ്റുമോ ഒരു ബന്ധം, റിലേഷൻ സ്റ്റാർട്ട് ചെയ്താൽ എന്നുള്ളതാണ് ഇതിൻ്റെ കഥ. അപ്പോൾ ബാക്കി നിങ്ങളിത് കണ്ട് തന്നെ അറിയണം. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ കഥയുടെ ഡീറ്റെയിൽസ് പറയേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്നാമത്, എൻ്റെ വീഡിയോ പറഞ്ഞാൽ അങ്ങനെ അധികം ആൾക്കാരും കാണില്ല, അത് വേറെ കാര്യം. എൻ്റെ സിനിമ ഇത്ര പേരേ കാണുള്ളൂ. അതായത് സോറി, എൻ്റെ സിനിമയല്ല, എൻ്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊരു 10 ആൾ തികച്ച് കണ്ടാൽ തന്നെ ഭാഗ്യം. അപ്പോൾ ഞാനെന്തായാലും എനിക്കും ഇതിപ്പോൾ ആരെങ്കിലും അറിയുകയാണെങ്കിൽ എന്നെയും കൊണ്ട് അറിഞ്ഞ് കാണുകയാണെങ്കിൽ കാണട്ടെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ. ഒരാളെങ്കിൽ ഒരാൾ ഇത്രയൊരു നല്ല സിനിമ, എനിക്ക് തോന്നുന്നു അതൊരു തിയേറ്ററിക്കൽ സക്സസ് ആയ സിനിമയൊന്നുമല്ല. പക്ഷെ അതിന് ഹിന്ദി സിനിമയിൽ ഇത്രയും നന്നായി അഭിനയിക്കുന്ന അഭിനേതാക്കളുണ്ട് എന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് ആ ഒരു സിനിമ കണ്ടപ്പോൾ. കാരണം അതിനകത്ത് ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സ്, കാരണം അതിലെ നായികയുടെ അനിയത്തിയുടെ ഭർത്താവ് വന്നിട്ട് ഒരു കാല് പിടിക്കുന്നൊരു ചെറിയൊരു അങ്ങനത്തെ ഒരു സീനുണ്ട്. ആ വിരൽ വരെ അഭിനയിച്ചിരിക്കുന്നു ആ വ്യക്തിയുടെ. കാരണം ആ പുള്ളിക്കാരൻ ഇതിനകത്ത് ആകെ 2-3 സീനിലേ ഉള്ളൂ. പക്ഷെ ആ പുള്ളിക്കാരനൊക്കെ കറക്റ്റ് പക്ക വിരലുകൾ കൊണ്ടുവരെ അഭിനയിക്കാൻ പറയില്ല. അതേപോലെ നായികയുടെ അനിയത്തി അമ്മയുടെ